അല്ലാഹു പറയുകയാണ് വകാനൂ ലനാ ഖശീൻ. അല്ല പറയുന്ന മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? വകാനൂ ലനാ ഖശീൻ. അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. ആ ഫിർദൗസിന്റെ അവകാശികൾക്ക് പടച്ചവനെ വല്ലാത്ത പേടിയാണ്, അല്ലാഹനെ വല്ലാത്ത പേടിയാണ്. ആർക്കാടോ അല്ലാഹനെ പേടിയുള്ളത്? വഅദ് പറയുന്ന സിറാജിനില്ലല്ലോ, വഅദ് കേൾക്കുന്ന നിങ്ങൾക്കുമില്ലല്ലോ. നമ്മളിൽ ആർക്കാ അല്ലാഹനെ പേടിയുള്ളത്? അല്ലാഹനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഅദിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹ് ആരാണെന്ന് പോലും എനിക്കറിയില്ല, അല്ലാഹ് ആരാണെന്ന് പോലും നമുക്കറിയില്ല. അല്ലാഹനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലടോ. അല്ലാഹനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. നമ്മൾ അല്ലാഹുവേ ഒരിക്കലും നമ്മുടെ സ്വഭാവം ഇത്രത്തോളം അതപ്പതിക്കില്ലായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ അഹങ്കാരം എത്രയോ വലുതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹനെ ഭയന്ന് ജീവിക്കണേ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ. എല്ലാം ഒരു ദിവസം അവസാനിക്കും പൊന്നുമോനെ. അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ, 5 നേരം നിസ്കരിക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്യൂ. മക്കളെ കള്ളുകുടിയും കഞ്ചാവും ഒക്കെ നിർത്തൂ, ദുസ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കൂ. പെങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യ് പൊന്നുമോളെ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ പെങ്ങളെ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ പുതിയ തലമുറ പറയുന്നത് എന്താണ്? ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതൊന്നുമല്ല. പടച്ചവനെ എത്ര പറഞ്ഞു കൊടുത്താലും ഇന്നത്തെ തലമുറ പറയുന്നത് നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ നന്നാകുകയില്ല. അല്ലാഹുവേ എന്തൊരു അഹങ്കാരമാണെന്നറിയുമോ, എന്തൊരു ധിക്കാരമാണെന്നറിയുമോ ഇന്നത്തെ സമുദായം, ഇന്നത്തെ യുവതലമുറയ്ക്ക്. പടച്ചവനെ അല്ലാഹനെ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. അതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീനനുസരിച്ച് ജീവിക്കൂ. ജീവിക്കുന്നത് വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി കാറ്റിൽ പറത്തുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ വഖഫ് പോലും ഇപ്പം പടച്ചവനെ വഖഫ് ബില്ല് കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ മേല് പോലും അവര് കൈവച്ചിരിക്കുകയാണ്. എവിടെ എത്തിയിരിക്കുന്ന സഹോദരാ? കാരണം അധികാരം അവരുടെ കയ്യിലാണ്, സർവ്വതും അവരുടെ കയ്യിലാണ്. മുസ്ലിമിനോട് പറയുകയാ, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. ഇനി നമ്മളെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന് മാത്രമേ ഇനി നമ്മളെ സഹായിക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കൂ, അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവനെ അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും നീ ഭയപ്പെടണ്ട. ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും മോനെ പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും പരാജയപ്പെട്ടു പോകും സഹോദരാ. അതാണ് ബദർ പഠിപ്പിച്ചത്, അതാണ് ഉഹദ് പഠിപ്പിച്ചത്, അതാണ് ഖൈബർ പഠിപ്പിച്ചത്, അതാണ് ഹന്ദക്ക് പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ സർവ്വയുദ്ധങ്ങളും പഠിപ്പിച്ചത് തോറ്റുപോയത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ മുമ്പിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവനവന്റെ വീട്ടിൽ ദീന് കൊണ്ടുവാ, അവനവന്റെ വീട്ടിൽ ദീന് കൊണ്ടുവാ. മക്കളെ പഠിപ്പിക്കേണ്ട സമയമാണ്. മദ്രസകൾ തുറന്നിരിക്കുകയാണ്. അല്ലാഹുവേ കൊച്ചുമക്കളെ കൊണ്ടുപോയിട്ട് മദ്രസയിൽ കൊണ്ടുപോയി അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കൂ, പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിപ്പിക്കൂ. പഠിച്ചവനെ 3ഉം 4ഉം 5ഉം ക്ലാസ് ആയി കഴിഞ്ഞാൽ മക്കളുടെ പഠനം അവസാനിപ്പിക്കുന്ന മാതാപിതാക്കള് അല്ലാഹ് നൽകിയ അമാനത്താ. 5ാം ക്ലാസ് ആയ മക്കളുടെ പഠനം നിർത്തുകയാണ്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ മക്കള്. ആ അമാനത്തായ മക്കളെ പഠിപ്പിക്കണേ, നല്ല മക്കളാക്കണേ, ദീനിയെ ചുറ്റുപാടിൽ വളർത്തണേ. അതാണ് ദീനില്ലാത്തവർക്ക് പിന്നെ ഒന്നുമില്ലടോ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, 4 കാര്യങ്ങളാണ് വിവാഹം കഴിക്കുമ്പോ പരിഗണിക്കേണ്ടത്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്
ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പണമുള്ളതിനെയല്ല, സൗന്ദര്യം കൂടിയതിനെയല്ല, കുടുംബ മഹിമ കൂടിയതിനെയല്ല. എടാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്തുകൊണ്ടാണ് ദീന് പരിഗണിക്കാൻ പറയുന്നത്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിർത്തുകയാ പെങ്ങള്. ഏത് ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ, വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനാണ് പരിഗണിക്കേണ്ടത്. അതിനെന്തേ കാരണം? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് അവസാനം സുബഹിന്റെ സമയമായി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് ഉമ്മയും മകളും കൂടെ വഴക്ക് നടക്കുകയാണ്. എന്താ പ്രശ്നം? എന്താ? ഉമർ തങ്ങളൊന്ന് നോക്കി, ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല, എന്താ പ്രശ്നം എന്നറിയാൻ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിൽ വെള്ളം ഒഴിക്കാൻ. ഇങ്ങനെ പാലിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉമ്മ മോളെ നിർബന്ധിക്കുന്നുണ്ട്. മോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇത് വഞ്ചനയാണ്, ഇത് പാപവാ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, നീ ഞാൻ പറയുന്നത് കേൾക്കും, മര്യാദയ്ക്ക് പാലിന്റെ അകത്ത് വെള്ളം കലർത്തുക. അപ്പൊ മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഉമറാ, രാജ്യം ഭരിക്കുന്നത് ഉമറാ. ഞാൻ പാലിൽ വെള്ളം കലർത്തിയത് ഉമർ അറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നുണ്ട്, ഉമർ എങ്ങനെ അറിയാനാ? ഓൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ല, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്കുക. അപ്പൊ ഈ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ. ഒരു പെൺകുട്ടി ഉമ്മാനോട് പറയാ, ഉമ്മ ഖലീഫ ഉമർ കാണുന്നില്ലിരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ ചെയ്യൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഉമർ തങ്ങൾ ആ വീട് നോക്കി വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു, ആ മോൾ ആരാന്ന് അന്വേഷിക്കാൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ആ പെണ്ണൊരു യതീമായിരുന്നു, ഒരു യതീമായ മകളാ. ഉമ്മ നല്ലവളാ, മോശക്കാരിയൊന്നുമല്ല. പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറയാനുള്ള കാരണം, വീട്ടിലാകെ ഉള്ളത് ഒരു ഒട്ടകമാ. ഈ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയിലായിരുന്നു. ആ വീട് പട്ടിണി. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി. ഉമ്മ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് പട്ടിണിയാ മോളെ, നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. നീ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴും ആ മോള് പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്നാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി, രാജ്യത്തിന്റെ പ്രസിഡന്റാ, ഭരണാധികാരിയാ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, തന്റെ വീട്ടിൽ പോയിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ആ മക്കളെ, ഒരു യതീമായ പെണ്ണുണ്ട്, പാവപ്പെട്ടവളാ, പണമൊന്നുമില്ല, യതീമാ, വലിയ തറവാടൊന്നുമില്ലടാ, പക്ഷെ ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ആമക്കളെ വിളിച്ചിട്ട് പറയാ, ഒരു പെങ്കൊച്ചുണ്ട്, പണമില്ല, കൊട്ടാരമില്ല, കുടുംബ മഹിമയില്ല, യതീം, പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് ഉണ്ടടാ, എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രായമായത് കാരണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കെട്ടുവോ? നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി ആ പെണ്ണിനെ. പെണ്ണിനെ പോലും കണ്ടില്ല, ആരും പെണ്ണിനെ പോലും കണ്ടില്ല, സൗന്ദര്യം ഉള്ളവളാണെന്ന് അറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളിൽ ആരാ മോനെ അല്ലാഹ് ഹൃദയത്തിൽ ഉള്ള ഒരു പെണ്ണുണ്ട്, ആരാ കല്യാണം കഴിക്കണേ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ മകനാണ് ആ പെണ്ണിനെ കെട്ടിയേ. നിനക്കിനി ഒരു ചരിത്രം അറിയുമോ? രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അറിയോ ചരിത്രം? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം നിനക്കറിയോ? വായിച്ചു നോക്കു പോയിട്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. അള്ളാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ച് റെഡിയായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോയി കുളിച്ച് റെഡിയായി. എന്നിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്റെ വീടിന്റെ അകത്ത് കയറി വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് എടുത്തു വാ, ഞാൻ പോവാ. ഫാത്തിമ, ഞാൻ പോവാ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണം എനിക്ക്. തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചു, ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് വസിയ്യത്തുകൾ കൊടുത്തു. പരസ്പരം ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഭർത്താവ് മരിക്കാൻ പോവാ.
ഭർത്താവ് മരിക്കാൻ പോവാ. അപ്പോഴാണ് ചോദിക്കുന്നത്, ഫാത്തിമ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്, എങ്കിൽ നീ പുറത്തിറങ്ങ്, നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്റെ വെളിയിലിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. അതാ മലക്കതാ പറയുകയാണ്, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. ഒന്ന് പുറത്തിറങ്ങുമോള്, ഒന്ന് പുറത്തിറങ്ങുമോള്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വാതിലടച്ചിട്ട് വെളിയിലിറങ്ങി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ച് പുറത്തിറങ്ങി. ഫാത്തിമ കരയുകയാണ്. കാരണം ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ വീടിന്റെ അകത്ത് കിടക്കുകയാണ്. റബ്ബേ, ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാ കാണാൻ വരുന്നത്? ഓടി ചെല്ലുകയാണ്. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ ഭാര്യ വീടിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? റൂമിന്റെ പുറത്തിറക്കിയത് എന്തിനെന്നറിയുമോ? അസ്റായിൽ വരികയാ റൂഹ് പിടിക്കാൻ. അതുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ? ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ, ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുന്നടാ മോനെ, നിസ്കാരം കഴിഞ്ഞിട്ടല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതിയതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അതാ പടച്ചവന്റെ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പഴുതിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭർത്താവ് പറയുകയാ, ഫാത്തിമ ഫാത്തിമ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല, ഭർത്താവ് അനങ്ങുന്നില്ല. വാതിൽ തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. എന്തൊരു സുഗന്ധമെന്നറിയുമോ?
തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെന്ത് സുഗന്ധമെന്നറിയുമോ? അല്ലാഹുവേ, നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കാണാമെന്നടോ. വന്നവര് മുഴുവനും പറയുന്നു, എന്തു മരണമാ, എന്തു മരണമാ, എന്തൊരു പ്രകാശമാ, എന്തൊരു സുഗന്ധമാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചു. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല, ഒരാളും പോകുന്നില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പള്ളിയുടെ പരിസരം മുഴുവനും ജനമാണ്. അവര് പറയുന്നത്, റബ്ബേ, എന്തൊരു മരണമാട് പടച്ചവരെ, എന്തൊരു സുഗന്ധമാട് പടച്ചവരെ. അല്ലാഹുവേ, ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മരണം കിട്ടാറുള്ള കാരണം എന്താണ്? ജനങ്ങൾ മുഴുവനും പറയുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയടോ. ആ ജനാസ ഖബറടക്കാമെന്ന് ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, നീ യുദ്ധയിരിക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ മരണത്തിൽ നീ വല്ലാത്ത വേദനയിലാണ്. ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാണ് ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്. ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ, വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കേണ്ടവരാ, ഞങ്ങളും മരിക്കേണ്ടവരാ. ഇതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണ് ഫാത്തിമ? ഒരു നാട് മുഴുവനും എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയാ. അല്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കൽ രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് വീണു. ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞു. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ് സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ അല്ലാ എന്ന് പറഞ്ഞതും എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. ഞാൻ അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് സുബഹി വരെ ഇരുന്ന് കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെയേ കണ്ടിട്ടുള്ളൂ, അത് വേറെ ആരുമല്ല, എന്റെ ഭർത്താവാ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ പെങ്ങളെ? എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ?
ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ഉമർ തങ്ങൾ പാതിരാത്രി വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോയപ്പോ ഉമ്മ പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ അല്ല കാണുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ യതീമായ മകളെ നിനക്കോർമ്മയുണ്ടോ? ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതുകൊണ്ടാ പറയുന്നത് ദീനുള്ളതിനെ വിവാഹം കഴിക്കാൻ, ദീനുള്ളതിനെ വേണം പരിഗണിക്കാൻ. അതുകൊണ്ട് നിർത്തുകയാ. അല്ല പറയുകയാ വകാനൂ ലനാ ഖശീൻ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൻ്റെ അവകാശികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഇവരെന്തെങ്കിലും എന്നെ വഅദിന് വിളിച്ചാൽ ഇതിൻ്റെ ബാക്കി പറയാം. അള്ളാഹു പറയാനും കേൾക്കാനും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.